ദൈവപിതാവിന് എപ്പോഴും മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഈ തിരുസന്നിധിയിൽ വന്ന് പരിശുദ്ധ അമ്മയുടെയും ഈശോയുടെയും കൃപയാൽ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുവാനും ഇവിടുത്തെ ഉടമ്പടിയെ അനുഭവിക്കുവാനും സാധിച്ചതിന് ഞാൻ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ഡിനോ ചെറിയാൻ. ഇത് എൻ്റെ വൈഫ് ജിനു ജോസഫ്, ഞങ്ങളുടെ 2 കുട്ടികൾ. ഇവിടെ വന്ന് ആദ്യമേ പറയുമ്പോൾ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുവാനുണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ ഈ മൂത്ത മകൾക്ക് 2023 മെയ് മാസം H1N1 പനി പിടിച്ചു. അത് പക്ഷേ H1N1 ആണെന്ന് പോലും ഞങ്ങൾക്കറിയില്ലായിരുന്നു. ഞങ്ങൾ 6 ദിവസത്തോളം വീട്ടിൽ പാരസെറ്റമോൾ കൊടുത്തു. എന്നിട്ടും പനി കുറയാത്തത് കണ്ടിട്ട് പേരൻസിൻ്റെ നിർബന്ധം കാരണം ആശുപത്രി കൊണ്ടുപോയി. അവിടെ കൊണ്ടു ചെന്നപ്പോഴത്തേക്കും ഡോക്ടർമാരെല്ലാം വെരിഫൈ ചെയ്തിട്ടും മരുന്ന് കൊടുത്തിട്ടും പനി കുറയുന്നില്ല. അവസാനം ഇവളുടെ സ്വാബ് ടെസ്റ്റ് ബാംഗ്ലൂരിലേക്ക് അയച്ചു. അവർക്ക് അന്നേരം ഇത് H1N1 ആണെന്ന് ബോധ്യമായി. ഇവൾക്ക് ഏകദേശം അന്നേരപ്പോഴത്തേക്ക് 9 ദിവസമായി. 9ാമത്തെ ദിവസം ഇവൾക്ക് മരുന്ന് കൊടുത്തിട്ടും ഇവൾ ഛർദ്ദിക്കുകയാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടി 9 ദിവസമായിട്ടും ഫുഡ് കഴിക്കുന്നതിൻ്റെ അളവ് വളരെ കുറഞ്ഞു വരികയാണ്. ഏകദേശം അന്നേരപ്പോഴത്തേക്കും വെള്ളം പോലും കുടിക്കുന്നില്ല. അതുകൊണ്ട് മരുന്ന് കൊടുക്കുമ്പോൾ ഇത് ഛർദ്ദിക്കുകയാണ്. അപ്പം ഡോക്ടർ പറഞ്ഞു ഒന്നുകൂടെ കുട്ടിയെ ഭക്ഷണം കഴിപ്പിക്കാൻ ശ്രമിക്കണമെന്ന് പറയുന്നു. അപ്പോൾ അതിനിടയ്ക്കെല്ലാം എൻ്റെ വൈഫിന് ഉടമ്പടിയെപ്പറ്റി അറിയാം. വൈഫിൻ്റെ അമ്മ നേരത്തെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്. ഒത്തിരി അനുഗ്രഹങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഉടമ്പടിയെപ്പറ്റി അറിയില്ല, ഇവിടെ മാതാവ് പ്രത്യക്ഷപ്പെട്ട കാര്യവും അറിയില്ലായിരുന്നു. അപ്പോൾ വൈഫ് ഇതെല്ലാം പെട്ടെന്ന് എന്നോട് കരഞ്ഞുകൊണ്ട് തന്നെ പറഞ്ഞു. ആദ്യമേയൊക്കെ എൻ്റെ റെസ്പോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വേറെ പള്ളികളിലും നമ്മുടെ അടുത്തുള്ള പള്ളികളിലെല്ലാം, ഞങ്ങൾ കോട്ടയംകാരാണ്, അപ്പോൾ അവിടെയെല്ലാം മാതാവ് ഉണ്ടല്ലോ, എന്തിനിവിടെ വന്ന് ഉടമ്പടി എടുക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ ഉടമ്പടിയെപ്പറ്റി ചെറിയ രീതിയിലൊക്കെ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്തു. അന്നേരം കുട്ടി വീണ്ടും മരുന്ന് ഛർദ്ദിക്കുന്നത് കണ്ടതുകൊണ്ട് എനിക്ക് അവസാനം ഭയങ്കര സങ്കടമുണ്ടായി. ഈശോയെ, ഞാൻ പണ്ട് മുതലേ ഈശോയുമായിട്ട് പ്രാർത്ഥിക്കുന്നതാണ്. ഞാൻ ജപമാലയും ചൊല്ലാറുള്ള വ്യക്തിയായിരുന്നു. അപ്പം മനസ്സിലേക്ക് ഉടമ്പടി എടുക്കാൻ ഒരു ബോധ്യം വന്നു. ഞാൻ വൈഫിനോട് ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞു. ആ മൊമെൻറ്റിൽ തന്നെ ഡോക്ടർ പറഞ്ഞു, ഇത് ചിലപ്പം വേറെ കമ്പനിയുടെ മരുന്ന് കൊടുത്താൽ ഈ പനി ചിലപ്പോൾ കുറയായിരിക്കും, കുട്ടിക്ക് അലർജി ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ വേറൊരു കമ്പനിയുടെ മരുന്ന് ഞങ്ങൾ വാങ്ങി. ആ നേരത്ത് തന്നെ എൻ്റെ വൈഫിൻ്റെ അനിയൻ വന്ന് ഇവൾക്ക് കരിക്കും വെള്ളം കൊടുത്തപ്പോൾ ഇവൾ 2 ഗ്ലാസോളം കഴിച്ചു വളരെ സ്പീഡിൽ. അപ്പോൾ മരുന്ന് കൊടുത്തു. അന്ന് വൈകുന്നേരം തന്നെ ഇവൾക്ക് പനി വിട്ടുമാറി. അത്രയും ദിവസം വയറ്റിൽ നിന്ന് പോകാതെ ഭക്ഷണം കഴിക്കാത്ത കുട്ടി അന്ന് രാത്രിയിൽ വയറ്റിൽ നിന്ന് പോയി ഭക്ഷണം കഴിച്ചു. അത് ഡോക്ടറിനെ അറിയിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇപ്പോൾ പനി നോക്കുമ്പോൾ പനിയില്ല, കുട്ടി ഉഷാറായി, ഇത്രയും ദിവസം ആശുപത്രിയിൽ കിടന്നതല്ലേ, കുട്ടി ആകെ പേടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഡിസ്ചാർജ് ചെയ്ത് പൊക്കോളാൻ പറഞ്ഞു. അപ്പോൾ ആ ഒരു അനുഭവം വന്നപ്പോഴത്തേക്കും ഞാൻ വീട്ടിലോട്ട് പോകുന്ന വഴിക്കല്ല ഈ ഉടമ്പടി എന്താണെന്നുള്ളൊരു ചിന്തയായിരുന്നു. അപ്പം ഞാൻ വൈഫിനോട് പറഞ്ഞപ്പോൾ വൈഫിന് പിറ്റേ ആഴ്ച തന്നെ വന്ന് ഉടമ്പടി എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ജൂൺ മാസം 3-ാം തീയതി വൈഫ് തന്നെ വന്ന് ഉടമ്പടി എടുത്തു. അങ്ങനെ ഉടമ്പടി എടുത്ത ശേഷം നമ്മൾ ആദ്യമേ നിയോഗം വെച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മൂത്ത കൊച്ചിന് അന്ന് 3 വയസ്സ് പ്രായമായിരുന്നു. അപ്പോൾ ഞങ്ങൾ എറണാകുളത്താണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഇവിടെ നോക്കുവാൻ ആരെയും കിട്ടുന്നില്ല. ഞങ്ങളുടെ മാതാപിതാക്കന്മാർക്ക് അങ്ങോട്ട് വരുവാനുള്ള ഒരു സാഹചര്യമല്ല, പലർക്കും ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് വൈഫിൻ്റെ വീട്ടിൽ കുട്ടിയെ നിർത്തിയിട്ടാണ് ഞങ്ങൾ പോയത്. അവിടുന്ന് അവളെ അംഗൻവാടിയിൽ വിടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അവളെ വിടുമ്പോഴെല്ലാം അവൾ കരച്ചിലും ബഹളമായിരുന്നു. ഞങ്ങൾ വഴക്കുകളൊക്കെ പറഞ്ഞു നോക്കി, പക്ഷേ ഒന്നും നടക്കുന്നില്ല. അത് ആദ്യത്തെ നിയോഗമായിട്ട് വെച്ചു. അതുപോലെ തന്നെ വൈഫിനും എനിക്കും ജോലിയിൽ സ്ഥാനക്കയറ്റമോ അല്ലെങ്കിൽ പുതിയ ജോലിയോ ലഭിക്കണമെന്ന് വെച്ചു. പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് ആദ്യത്തെ നിയോഗവും വെച്ചു. അപ്പോൾ പ്രാർത്ഥനകളിലൊക്കെ പുറകോട്ട് ആയിരുന്ന ഞാൻ പയ്യെ പ്രാർത്ഥനകളൊക്കെ ചൊല്ലാൻ തുടങ്ങി. വൈഫും നല്ല പണ്ട് പോലെ പ്രാർത്ഥിക്കുന്ന ആളാണ്, നന്നായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞങ്ങളുടെ എറണാകുളത്ത് സന്ധ്യാപ്രാർത്ഥനയില്ലാതെ ഇരുന്ന ആളായിരുന്നു, പക്ഷേ ജപമാലയൊക്കെ ചൊല്ലാൻ തുടങ്ങി. എൻ്റെ വീട്ടിലാണേലും പ്രാർത്ഥനയുടെ എല്ലാം ഐശ്വര്യങ്ങൾ കൂടി വന്നു. അപ്പോൾ എൻ്റെ കുട്ടി ഉടമ്പടി എടുത്ത് 2ാമത്തെ ഉടമ്പടി ധ്യാനം കഴിയാറായപ്പോഴത്തേക്കും എനിക്കൊരു കോൾ വരുവാണ്, എൻ്റെ വൈഫിൻ്റെ അമ്മയുടെയാണ്. അപ്പം പറഞ്ഞു കുട്ടിയുടെ കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, അപ്പാ ഞാൻ അംഗൻവാടിയിൽ നിന്നാണ് വിളിക്കുന്നത്, എനിക്കിനി പോലെ അംഗൻവാടി പോയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യത്തെ നിയോഗം ഇങ്ങനെ സാധിച്ചപ്പോഴത്തേക്ക് എനിക്ക് വിശ്വാസം കൂടി. അതിനിടയ്ക്ക് ഞങ്ങൾ ജപമാല റാലിക്ക് വന്നപ്പം വൈഫിൻ്റെ കാലിന് ചെറിയ പരിക്കുണ്ടായിരുന്നു. അത് വെച്ചുകൊണ്ടാണ് വൈഫ് ജപമാല റാലിയിൽ 12 കിലോമീറ്ററോളം നടന്നത്. വൈഫിൻ്റെ ഒരു വിരൽ ഒടിഞ്ഞായിരുന്നു. എന്നിട്ട് അത് വെച്ചാണ് ജപമാല റാലി അത്രയും
പങ്കെടുത്ത് ജപമാല ചൊല്ലിയേ. അതൊക്കെ കണ്ടപ്പോൾ എനിക്കും ഉടമ്പടി ഞാൻ തന്നെ എടുത്താൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വന്ന് പിറ്റേ ദിവസം രാവിലെ വൈഫിനൊരു മെയിൽ വന്നു. വൈഫ് അറ്റൻഡ് ചെയ്ത എറണാകുളത്തെ ഒരു നല്ല കമ്പനിയിൽ, ഏറ്റവും നല്ല കമ്പനിയിൽ തന്നെ വൈഫിന് ജോലി മാറ്റം കിട്ടിയിരിക്കുന്നു. അപ്പോൾ ഞങ്ങളുടെ അടുത്ത നിയോഗവും സാധ്യമായി. അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് വീണ്ടും എനിക്ക് പശ്ചാത്താപം, ഞാൻ ഈ ഉടമ്പടി ഞാൻ എടുക്കാമായിരുന്നുള്ള രീതി. അപ്പോൾ വീട്ടിൽ നിന്ന് എൻ്റെ അമ്മയും എൻ്റെ വൈഫിൻ്റെ അമ്മയും എന്നോട് പറയുന്നുണ്ട്, ഡിനോ എടുക്കുമായിരുന്നു, ഇച്ചിരി നന്നായിട്ട് ചെയ്യാമായിരുന്നു. കാരണം ഉപവാസമൊക്കെ എടുക്കുമ്പോൾ ജിനുവിന് തലവേദനയും ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ട്, ഡിനോയ്ക്ക് എടുക്കാമായിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ ഇതെല്ലാം കിടപ്പുണ്ട്. അങ്ങനെ വന്നപ്പോൾ ഞാൻ വൈഫിനോട് പറഞ്ഞു, ഞാൻ ഇനി എടുത്തോട്ടെ എന്നുള്ള രീതിയിൽ ചോദിച്ചു. അപ്പോൾ വൈഫ് പറഞ്ഞു, ഡിസംബറിൽ ചെല്ലുമ്പം ഉടമ്പടി പുതുക്കി തീരുമ്പോഴത്തേക്കും ഡിനോ എടുത്തോളാം എന്നോട് പറഞ്ഞു. അങ്ങനെ ഇരിക്കെ എൻ്റെ പപ്പായ്ക്ക് ശ്വാസമുട്ടലിൻ്റെ അസുഖം ഉണ്ടായിരുന്നു. അതിന് കുറവുണ്ടായിരുന്നു. അപ്പോൾ പക്ഷേ പപ്പ പള്ളിയിൽ പോകുമ്പോൾ, ഞായറാഴ്ച പള്ളിയിൽ പോകുമ്പോൾ, ഞങ്ങൾ കോട്ടയംകാരായതുകൊണ്ട് കയറ്റവും ഇറക്കമുള്ള സ്ഥലങ്ങളാണ്. കയറ്റം കയറുമ്പോൾ ഭയങ്കര ശ്വാസമുട്ടൽ വരുന്നു എന്ന് ഇവിടെ വീട്ടിൽ നിന്ന് വിളിച്ചു പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഡിസംബറിൽ ചെന്നപ്പോൾ ടെസ്റ്റ് ചെയ്തപ്പോൾ പപ്പായ്ക്ക് ഹാർട്ടിന് ബ്ലോക്ക് ഉണ്ട്. അപ്പോൾ ആദ്യമേ ഞാൻ ഓർത്തു ഈ ഉടമ്പടിയിലായിരുന്നിട്ട് കൂടി, വൈഫ് ഉടമ്പടിയിലായിരുന്നിട്ട് കൂടി ഇങ്ങനെ വന്ന് എന്തുകൊണ്ടെന്ന് ആലോചിച്ചു. അപ്പോഴാണ് ഞാൻ ചിന്തിച്ച്, എന്നോട് എല്ലാവരും ഉടമ്പടി എടുക്കാൻ പറയുമായിരുന്നല്ലോ. അപ്പം എനിക്കും മനസ്സിലിങ്ങനെ തോന്നുന്നുണ്ട്, എന്തുകൊണ്ട് എനിക്ക് എടുക്കാൻ മേലായിരുന്നു. പക്ഷേ അതുകൊണ്ടല്ല, എടുക്കാം എന്നുള്ളൊരു ചിന്ത വന്നപ്പോഴല്ലേ ഇത് ആക്ച്വലി ഞങ്ങൾ ആശുപത്രി പോയി ടെസ്റ്റ് ചെയ്തുകൊണ്ട് പപ്പായ്ക്ക് ഹാർട്ട് അറ്റാക്കിലേക്ക് ഇത് പോയില്ല. അത് നേരത്തെ തന്നെ കണ്ടുപിടിച്ചുകൊണ്ട് ആൻജിയോപ്ലാസ്റ്റിയിൽ ആ ബ്ലോക്ക് എല്ലാം മാറ്റാൻ പറ്റി. അത് കഴിഞ്ഞ് ഞാൻ പിറ്റേ ആഴ്ച തന്നെ വന്ന് ഇവിടെ ജനുവരി അവസാനം വന്ന് ഇവിടെ ഉടമ്പടി എടുക്കാൻ തീരുമാനമെടുത്ത് വന്നു. ഉടമ്പടി എടുത്ത് നന്നായിട്ട് എല്ലാ കാര്യങ്ങളും, അതായത് വചനം വായിക്കുവാനും അതുപോലെ തന്നെ കാരുണ്യപ്രവർത്തികളും പ്രേക്ഷിത പ്രവർത്തനവും എല്ലാം ചെയ്യുവാനും ഒക്കെ നന്നായിട്ട് ചെയ്യാൻ ശ്രമിച്ചു. അവിടെ എന്നിപ്പോൾ എറണാകുളത്ത് ചെന്നപ്പോൾ പറ്റിയ പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾ സീറോ മലബാർ സഭയാണ്. അപ്പോൾ അവിടെ കുർബാനയുടെ കാര്യങ്ങളിലൊക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ഉടമ്പടിയിലെ നിയോഗമായിട്ട് പിറ്റേന്ന് വന്ന് പുതുക്കാൻ വന്നപ്പം 3 മാസം കഴിഞ്ഞപ്പോൾ വന്ന് വെച്ചു. അതുപോലെ തന്നെ എൻ്റെ മെയിൻ ഉടമ്പടിയിൽ പരിശുദ്ധാത്മാവിനാൽ എന്നെയും കുടുംബാംഗങ്ങളെയും നിറയ്ക്കണമെന്ന് ആദ്യത്തെ നിയോഗം വെച്ചു. അപ്പം പപ്പ ഹാർട്ടിൻ്റെ ബ്ലോക്ക് കഴിഞ്ഞ് എല്ലാം തിരിച്ചു വന്നപ്പം പപ്പായ്ക്ക് പള്ളിയിൽ പോകാൻ പറ്റുന്നില്ല. പപ്പായ്ക്ക് പള്ളിയിൽ പോകാനുള്ള താല്പര്യങ്ങളൊക്കെ കുറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ അമ്മയോട് പ്രാർത്ഥിച്ചു, അമ്മേ, ഞാൻ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ എന്ന് എല്ലാ കുടുംബാംഗങ്ങളെയും കാര്യമാണ് എഴുതിയത്. അപ്പോൾ എൻ്റെ പപ്പായ്ക്ക് പള്ളിയിൽ പോകാനുള്ള ഒരു കൃപ കൊടുക്കണമെന്ന് പ്രാർത്ഥിച്ചു. അത് പ്രാർത്ഥിച്ച് പിറ്റേ ഞായറാഴ്ച തന്നെ പപ്പ തന്നെ പള്ളിയിൽ പോയി, നടന്നാണ് പോയതെന്ന് എൻ്റെ വീട്ടിൽ നിന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഡോക്ടറിനെ റിവ്യൂവിനൊക്കെ ചെല്ലുമ്പോൾ പപ്പ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്, പഴയ അവസ്ഥയിലേക്ക് വരികയാണ്, അപ്പോൾ ഈ രീതിയിൽ തന്നെ മുന്നോട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അതിലൊക്കെ എനിക്ക് സന്തോഷം വന്നു. എല്ലാ ദിവസവും കൃത്യമായി അവിടെയും പ്രാർത്ഥനകളും രാത്രി സന്ധ്യാപ്രാർത്ഥനകളും നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് ഉടമ്പടി അത് കഴിഞ്ഞ് ഉടമ്പടി പുതുക്കാൻ വരുന്നതിന് മുമ്പ് 87ാമത്തെ ദിവസം വൈഫിന് ചെറിയ ബുദ്ധിമുട്ട് ഒക്കെ അനുഭവപ്പെട്ടിട്ട് ഞങ്ങൾ ആശുപത്രി പോയപ്പോഴത്തേക്കും വൈഫിന് ടെസ്റ്റ് നടത്തിയപ്പോൾ ഈ വൈഫിൻ്റെ കയ്യിലിരിക്കുന്ന കുട്ടി ഉദരത്തിലുണ്ടെന്നുള്ള വിവരം ഞങ്ങൾക്ക് കിട്ടി. അപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. പരിശുദ്ധ അമ്മ ഈശോ വഴി തന്ന ഒരു കുട്ടിയായിട്ട് ആണ് ഇതിനെ ഞങ്ങൾ കണ്ടത്. അത് കഴിഞ്ഞ് ഇവിടെ വന്ന് ഞങ്ങൾ നന്ദി പറഞ്ഞു. പക്ഷേ വൈഫിന് ബ്ലീഡിങ്ങിൻ്റെ പ്രശ്നമെല്ലാം വന്നു. അപ്പോൾ വൈഫിൻ്റെ കമ്പനിയിൽ വർക്ക് ഫ്രം ഹോമിൻ്റെ ഓപ്ഷൻ കുറവാണ്. അവിടെ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവസാനത്തെ 2 മാസമേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ ഡോക്ടർ പറഞ്ഞു ആദ്യത്തെ 2 മാസം ഓൾറെഡി ആയി, ഇനി ബ്ലീഡിങ് മുന്നോട്ട് പോയാൽ ശരിയാവുകയില്ല. അപ്പോൾ ഇരുന്നുള്ള ജോലികളും ഒക്കെ ഓഫീസിൽ പോയാൽ ശരിയാവില്ല, ഓഫീസിൽ പോയാൽ സ്റ്റെപ്പുകളൊക്കെ കയറേണ്ടി വരും, അപ്പോൾ നിങ്ങൾ വർക്ക് ഫ്രം ഹോം തന്നെ എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഒരു മെയിൽ അയക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഉടമ്പടി ഉപ്പും ഞങ്ങൾ ലാപ്ടോപ്പിൽ പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ഞങ്ങൾ മെയിൽ അയച്ചു. മെയിൽ തിരിച്ച് പിറ്റേ ദിവസം തന്നെ HR പറഞ്ഞു, നിങ്ങൾ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊണ്ടുവരുവാണെങ്കിൽ ഈ മൊത്തം വർക്ക് ഫ്രം ഹോം തന്നേക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഉടനടി സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്ന് കൊടുത്തു. പിറ്റേ ദിവസം തന്നെ സാങ്ഷനായി. ഇതെല്ലാം ആ ഉടമ്പടി പ്രാർത്ഥിച്ച കാര്യങ്ങളാണ് പെട്ടെന്ന് നടന്നത്. അപ്പോൾ എനിക്ക് വിശ്വാസം കൂടി. പക്ഷേ എനിക്കറിയാം ബ്ലീഡിങ് എന്ന് പറയുന്ന ഒരു ഇഷ്യൂ ആണെന്ന്. അത് മുന്നോട്ട് പോയി 3 മാസത്തെ ട്രൈമസ്റ്റർ കഴിഞ്ഞപ്പം ഡോക്ടറിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു പൂർണ്ണമായും ബ്ലീഡിങ് നിന്നെന്ന് പറഞ്ഞു. അപ്പോൾ അത് വീണ്ടും ഒരു കരുണയായിട്ട് ഞങ്ങൾ കണ്ടു, കൃപയായിട്ട് കണ്ടു. പക്ഷേ ഇതിനിടയ്ക്കെല്ലാം എനിക്ക് കൃപാവരം എങ്ങനെയാണ് കിട്ടുന്നതെന്ന് മനസ്സിലാകുന്നില്ല. അത് ബൈബിളിൽ നിന്ന് തന്നെ അറിയണമെന്നുള്ള ഒരു ആഗ്രഹം ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബൈബിള് വിശ്വാസ പ്രമാണം ചൊല്ലി വായിക്കാൻ ജോസഫ് അച്ഛൻ പറഞ്ഞായിരുന്നു. അപ്പോൾ ഉടമ്പടി ധ്യാനത്തിൽ അപ്പം അത് ഞാൻ
അത് കണ്ട് വായിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് കിട്ടിയത് ലൂക്കാ സുവിശേഷൻ്റെ 2-ാം അധ്യായം 14-ാം അധ്യായമാണ്. ആട്ടിടയന്മാർക്ക് കിട്ടുന്ന സന്ദേശമാണ്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ ദൈവകൃപയുള്ളവർക്ക് സമാധാനം. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഇത്രയും കാലം എനിക്ക് പലവിധ പ്രശ്നങ്ങൾ വരുമ്പോൾ ഞാൻ എപ്പോഴും ഭയങ്കര അപ്സെറ്റ് ആകുന്നതായിരുന്നു. പക്ഷേ ഇത്രയും ദിവസം എനിക്ക് പ്രാർത്ഥിച്ചാൽ മതിയെന്ന് ഉള്ള, അല്ലെങ്കിൽ കാരുണ്യ പ്രവർത്തികൾ ചെയ്യണമെന്നുള്ള ഒരു ചിന്തകൾ മാത്രമേ ഉള്ളായിരുന്നുള്ളൂ. അല്ലാതെ എനിക്ക് പപ്പായുടെ ബ്ലോക്ക് വന്നപ്പോഴോ ഭാര്യയ്ക്ക് ബ്ലീഡിങ് വന്നപ്പോഴോ ഒന്നും ഒരു വിഷമവും തോന്നിയില്ല. കാരണം ദൈവം ഇടപെടുമെന്നുള്ളൊരു ചിന്ത വന്നു. അപ്പോൾ ദൈവകൃപയുള്ളത് കൊണ്ടാണ് എനിക്ക് ഈ സമാധാനത്തിൽ നിലനിൽക്കുന്നതെന്ന് മനസ്സിലായി. പക്ഷേ ഞാൻ എപ്പോഴൊക്കെ 2 ആഴ്ച കൂടുമ്പോഴുള്ള ഈ കുമ്പസാരത്തിൻ്റെ 2 ആഴ്ച തെറ്റിച്ചിട്ടുണ്ടോ, അപ്പോഴൊക്കെ എനിക്ക് അസ്വസ്ഥതകൾ പല രീതിയിൽ, ഭാര്യയുമായി വഴക്കുകളാകാം, അല്ലെങ്കിൽ കുട്ടിയായിട്ട് വഴക്കുകളാകാം, ഓഫീസിലെ കാര്യങ്ങളിൽ പ്രശ്നങ്ങളാകാം, ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് ഞാൻ മനസ്സിലാക്കി. ഞാൻ അന്നിപ്പോൾ പള്ളികളെല്ലാം ഈ അടഞ്ഞു കിടക്കുന്നതാണെങ്കിലും ഞങ്ങൾ അങ്ങ് കിലോമീറ്ററുകൾ സഞ്ചരിച്ച് പോയി ഞങ്ങൾ കുമ്പസാരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കിലോമീറ്ററുകൾ പോയി ഞങ്ങൾ എല്ലാ ദിവസവും തന്നെ പള്ളിയിൽ കുർബാനയ്ക്ക് പങ്കെടുക്കാൻ ശ്രമിച്ചു. അങ്ങനെ ഇരിക്കെ വൈഫിന് വർക്ക് ഫ്രം ഹോം ആണ്. അങ്ങനെ ഇരിക്കെ ഞങ്ങൾക്ക് കൊച്ചിൻ്റെ ഡെലിവറിയുടെ നേരത്ത് വൈഫിൻ്റെ ഹാർട്ട് ബീറ്റ് നോക്കുമ്പോഴത്തേക്കും ഹാർട്ട് ബീറ്റ് കൂടുതലാണ്. അതുപോലെ തന്നെ കുട്ടിയുടെ അതിലും കൂടുതലാണ്, വൈഫിനുള്ളതിനേക്കാളും കൂടുതലാണ്. നോർമലി അതങ്ങനെ വരുന്നതാണ്, പക്ഷേ കുട്ടിക്ക് ഉദ്ദേശിച്ചതിലും കൂടുതൽ ഹൈ ആയിട്ടാണ് ഹാർട്ട് ബീറ്റ് കാണിക്കുന്നത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇങ്ങനെ ഹാർട്ട് ബീറ്റ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ അത് അപകടമാണ്, അല്ലെങ്കിൽ സിസേറിയനിലേക്ക് പോകേണ്ടി വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഡിസംബർ 16-നാണ് കുട്ടി ഉണ്ടാകുന്നത്. ഡിസംബർ 15-നാണ് ഡോക്ടർ ഇത് പറയുന്നത്. അപ്പോഴത്തേക്കും ഞങ്ങൾ ഉടമ്പടി തൈലം വയറിൽ കുരിശടയാളം വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി വൈകുന്നേരം ഞങ്ങളിങ്ങനെ വീണ്ടും ഇതിൻ്റെ ടെസ്റ്റിന് വേണ്ടി ചെല്ലുവാണ്. അപ്പോഴും നോക്കുമ്പം വീണ്ടും ഹാർട്ട് ബീറ്റ് കുറഞ്ഞിട്ടുണ്ട്, എങ്കിലും അവരുദ്ദേശിച്ച രീതിയിൽ എത്തിയില്ലെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ഒരു അമ്മ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് എൻ്റെ അടുത്ത് വന്നിരുന്നു. എന്നിട്ട് പറഞ്ഞു, എൻ്റെ മോനെ, എൻ്റെ മകളെയും കൊണ്ട് ഞാൻ വന്നതാണ്, മകൾക്ക് ബ്ലീഡിങ് ആണ്. ഇപ്പം 7 മാസം ആകുമ്പോൾ, ഇപ്പം 4 തവണ കുട്ടികൾക്ക് ഉണ്ടായി, പക്ഷേ 7 മാസം ആകുമ്പോഴത്തേക്ക് അബോർഷനായി പോവാണ്. ഇത് 7 മാസം കഴിഞ്ഞ് 8ാമത്തെ മാസമാണ്. ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് എൻ്റെ മനസ്സിലേക്ക് എൻ്റെ വൈഫിൻ്റെ അമ്മ എൻ്റെ വലത് സൈഡിലുണ്ടായിരുന്നു. അപ്പം അമ്മ പറഞ്ഞു, നമ്മുടെ പത്രം കൊടുക്കുവാൻ പറഞ്ഞു. പത്രം ഞാൻ കൊടുത്തു. അപ്പോൾ എനിക്കറിയാം ഡിസംബറിലെ പത്രമാണെന്ന് എനിക്കറിയാം. അതിലെ 4-ാമത്തെ പേജിൽ ഫലോപ്പിയൻ ട്യൂബിൽ ഉണ്ടായ കുട്ടി ഒരു കുഴപ്പവും കൂടാതെ പ്രസവിച്ചു ഒരു കുട്ടിയെ പ്രസവിച്ചു എന്ന വാർത്ത, അതിൽ സാക്ഷ്യം അതിൽ എഴുതിയിട്ടുണ്ട്. അപ്പം ഈശോ പ്രവർത്തിച്ച കാര്യങ്ങളാണല്ലോ സാക്ഷ്യങ്ങളായിട്ട് അതിൽ വരുന്നത്, പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം. അപ്പം ഞാനും അമ്മയും കൂടെ പറഞ്ഞു, നിങ്ങളൊന്നുകൊണ്ടും വിഷമിക്കേണ്ട, ഇത് ധൈര്യപൂർവ്വം വിശ്വാസത്തോടുകൂടി വായിച്ചാൽ മതി, ഈശോ ആ മകളെ സൗഖ്യപ്പെടുത്തുന്നു പറഞ്ഞു. അത് പറഞ്ഞ് ഏകദേശം 5 മിനിറ്റ് കഴിഞ്ഞ് അവരത് വായിച്ചു. എന്നോട് പറഞ്ഞു, ഞങ്ങൾക്ക് പരിശുദ്ധ അമ്മയിലൊക്കെ വിശ്വാസമാണ്, ഞങ്ങൾ ഹിന്ദുക്കളാണെങ്കിലും പരിശുദ്ധ അമ്മയെ വിശ്വാസമാണ്. അത് കേട്ടപ്പോഴത്തേക്ക് എൻ്റെ കയ്യിൽ ഇവിടുന്ന് കൗണ്ടറിൽ നിന്ന് മേടിക്കുന്ന ഉടമ്പടി കാശ് രൂപം അല്ലാത്ത കാശ് രൂപം ഉണ്ടായിരുന്നു. അത് ഞാൻ അവർക്ക് കൊടുത്തു, അവരുടെ വിശ്വാസത്തിന് വേണ്ടി അവർക്ക് കൊടുത്തു. അത് കൊടുത്ത് ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും നേഴ്സ് വന്ന് പറഞ്ഞു, നിങ്ങളുടെ മകളുടെ ബ്ലീഡിങ് നിന്നു, അത് പണ്ട് സ്റ്റിച്ച് ഇട്ടതെടുത്തുനിന്ന് വന്ന ബ്ലീഡിങ് ആണ്, അത് വീണ്ടും സ്റ്റിച്ച് ഇച്ചിരൂടെ ടൈറ്റ് ചെയ്തപ്പോഴത്തേക്ക് അത് ബ്ലീഡിങ് നിന്നു, നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങൾ ഇനിയിപ്പോൾ ഇവിടെ അഡ്മിറ്റ് ആയാൽ മതി 2-3 ദിവസം, അത് കഴിയുമ്പോൾ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ അമ്മയുടെ വിശ്വാസം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ കുട്ടിയുടെ ഹാർട്ട് ബീറ്റും അകത്ത് ഇങ്ങനെ സംഭവിക്കും, ഞാൻ എന്തുകൊണ്ട് ഞാൻ പരിശുദ്ധ അമ്മയോട് പറഞ്ഞില്ല എന്നുള്ള ഒരു ഇത് വന്നു. കാരണം ഞാൻ അത്രയും നേരം പരിശുദ്ധ അമ്മയോടും ഈശോയോടും ഒന്നും ഇതിനെപ്പറ്റി പ്രാർത്ഥിക്കുന്നില്ല. ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഏകദേശം ഒരു 10-15 മിനിറ്റിന് ശേഷം ജിനു തന്നെ, എൻ്റെ വൈഫ് തന്നെ ഇറങ്ങി വന്ന് പറഞ്ഞു, ഹാർട്ട് ബീറ്റ് നോർമലായി, നാളെ നോർമൽ ഡെലിവറി ആയിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പിറ്റേ ദിവസം രാവിലെ ഡെലിവറിക്ക് ഉടമ്പടി തൈലം തേച്ച് കുരിശടയാളം വരച്ചാണ് പോയത്. അങ്ങനെ ഞങ്ങൾക്ക് ഈ മാലാഖ കൊച്ചിനെ കിട്ടി. അത് കുട്ടി ഉണ്ടായിക്കഴിഞ്ഞ് കുട്ടിയെ കാണുമ്പോൾ ഞങ്ങൾക്കിങ്ങനെ ഈ വെള്ള തലമുടിയാണ് ഞങ്ങൾ കാണുന്നത്. അപ്പോഴത്തേക്ക് ആദ്യമേയൊക്കെ ഞാൻ ഓർത്ത് ഉടമ്പടി എടുത്ത ശേഷം എന്തുകൊണ്ടിങ്ങനെ സംഭവിച്ചു. അപ്പോൾ വൈഫും ചോദിക്കുന്നുണ്ട്, ഡിനോ എന്തെങ്കിലും ഉടമ്പടിയിൽ തെറ്റ് വരുത്തിയിട്ടുണ്ടോ? അപ്പോൾ എനിക്കും ഭയങ്കര ഒരു ബുദ്ധിമുട്ട്. ഞാൻ ആലോചിച്ചിട്ടും ഞാൻ കുമ്പസാരത്തിലും പള്ളിയിൽ ഒരു ദിവസം പോലും ഞാൻ മുടക്കാറില്ല. എനിക്ക് പനി വരുമ്പോൾ പോലും ഞാൻ പള്ളിയിൽ പോയി കുർബാന കൂടുമായിരുന്നു. ഞാൻ മാസ്ക് വെച്ച് കുർബാന കൂടുമായിരുന്നു, ബാക്കിയുള്ളവരെ ഉപദ്രവിക്കാതിരിക്കാൻ. അങ്ങനെ ചെയ്തിട്ടും എന്തുകൊണ്ട് ഇങ്ങനെ വന്നെന്ന് ഞാൻ ചിന്തിച്ചു. അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നത്, ദൈവം തന്നതല്ലാതെ നിനക്കൊന്നുമില്ല എന്ന് ആൾക്കാരോട് പറയണമെന്നുള്ള രീതിയിലാണ് എനിക്ക് വന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഈ കുട്ടിയും കൊണ്ട് എവിടെ പോയാലും ആരെന്ത് ചോദിച്ചാലും ദൈവം തന്നതാണെന്നുള്ള രീതി ഞാൻ പറയാൻ തുടങ്ങി. അതിനുശേഷം ഞങ്ങൾ ജോസഫ് അച്ഛനെ വന്ന് കണ്ടു, കുട്ടിയുടെ കാര്യം പറഞ്ഞു. അതിനിടയ്ക്ക് എൻ്റെ ജോലി ജനുവരി അവസാനം, ഈ 2025 ജനുവരി അവസാനം ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നത് റിമോട്ടായിട്ടായിരുന്നു. വൈഫിനാണ് എറണാകുളത്ത് ജോലി. അപ്പോൾ ആ ജോലി നഷ്ടപ്പെടുമെന്ന് പറഞ്ഞ് എനിക്ക് ജനുവരി മെയിൽ വന്നു. മാർച്ച് 31 എൻ്റെ ജോലി എനിക്ക് നഷ്ടമായി, ലേ ഓഫ് കാരണം.
അപ്പോഴും എനിക്ക് വിഷമങ്ങളൊന്നും വന്നില്ല. ഞാൻ സമാധാനത്തിലായിരുന്നു. കാരണം ദൈവകൃപ എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസം അപ്പോഴും എനിക്കുണ്ടായിരുന്നു. പരിശുദ്ധ അമ്മ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. വചനങ്ങൾ വഴി പലപ്പോഴും ഞങ്ങളെ ശക്തിപ്പെടുത്തിയായിരുന്നു. അപ്പം ഈ കുട്ടിയുടെ കാര്യത്തിനും എൻ്റെ ജോലിയുടെ കാര്യത്തിനും വേണ്ടി ഞാൻ ജോസഫ് അച്ഛനെ വന്ന് ഞങ്ങളെല്ലാവരും കൂടെ വന്ന് മെയ് മാസം വന്ന് കണ്ടു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങൾക്കൊന്നും വരില്ല, ഉടമ്പടി കൃത്യമായല്ലേ പോകുന്നതെന്ന് ചോദിച്ചു. അതേന്ന് പറഞ്ഞു. എങ്കിൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരം സാക്ഷികളാക്കി മാറ്റണമേ എന്നാണ് അമ്മ പറയുന്നതെന്ന് പറഞ്ഞു. കാരണം അച്ഛന് എൻ്റെ ഈ ജോലിയുടെ ഡോക്യുമെൻറ്റും ഇവളുടെ ഇതിൻ്റെ ഡെലിവറിയുടെ ഡോക്യുമെൻറ്റുകളൊക്കെ ആദ്യമേ മാതാവിൻ്റെ അടുത്ത് കൊണ്ടുപോയി വെച്ചു. അതിനുശേഷം അച്ഛൻ വന്ന് ഈശോയുടെ കുരിശിൻ്റെ കീഴിൽ കൊണ്ടുവന്ന് വെച്ചു. അപ്പോൾ തന്നെ എനിക്കറിയായിരുന്നു എൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാവും. പക്ഷേ ഞാൻ നന്നായിട്ട് ഈശോ നമ്മൾക്ക് കാണിച്ചു തന്ന വഴികൾ നന്നായിട്ട് ഫോളോ ചെയ്യണമെന്നുണ്ടായിരുന്നു. അത് ഞാൻ ഫോളോ ചെയ്തു. അവസാനം ഞാൻ ഈ കുട്ടിയെ കൊണ്ട് ഈ അച്ഛനെ കണ്ടതിന് ശേഷം എവിടെ ഇറങ്ങിയാലും ആദ്യമേ ചോദിക്കുന്നത്, ഈ മുടി നിങ്ങൾ കളർ ചെയ്തതാണോ അതോ നിങ്ങൾക്ക് ഇത് എങ്ങനെയാണ് ഇത് കിട്ടിയതെന്നായിരുന്നു ആൾക്കാരെല്ലാം ചോദിക്കുന്നത്. ആദ്യമേ ആൾക്കാരെ ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് അതായിരുന്നു. ഇവരെന്തെങ്കിലും അസുഖമാണോ എന്ന് ചോദിക്കുമോ, എങ്ങനെ ഞങ്ങൾ ആൻസർ പറയും. പക്ഷേ അച്ഛനെ കണ്ട ശേഷം എല്ലാവരും ചോദിക്കുന്ന കാര്യം, കൊച്ചിന് നിങ്ങൾ എവിടെ നിന്നാണ് മുടി കളർ ചെയ്ത്, എന്തിനാണ് ഈ ചെറിയ കൊച്ചിന് മുടി കളർ ചെയ്യുന്നതെന്നുള്ള രീതിയിൽ ആൾക്കാരെല്ലാം, ചിലവരൊക്കെ അമർഷത്തോടു കൂടിയാണ് ചോദിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ദൈവം തന്ന മുടിയാണ് ഞങ്ങൾക്ക്, അപ്പോൾ അത് കളയാനും പറ്റില്ല, വെട്ടിക്കളയാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല, അതുകൊണ്ടാണ് വെച്ചത്. അപ്പോൾ ചിലവർ വന്ന് പറഞ്ഞു ഇത് ഗ്രേസുള്ള ഒരു മുടിയാണ്. അപ്പോൾ ഗ്രേസ് എന്ന് പറയുമ്പോൾ കൃപയാണ്. അപ്പോൾ ഞാൻ വീണ്ടും വിചാരിച്ചു, ദൈവകൃപയിലേക്കാണല്ലോ നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം ഈ ഓഗസ്റ്റ് 12 ഞാൻ ധ്യാനം കൂടിക്കൊണ്ടിരുന്നപ്പോൾ അച്ഛൻ പറഞ്ഞു, 44 ദിവസത്തിനുള്ളിൽ ഈ ഉടമ്പടി എടുത്ത ഈ അവസാനത്തെ ഈ കൃപാസനത്തിലേക്ക് ഇപ്പോൾ വന്ന അവസാനത്തെ മകനെയും മകളെയും വരെ ഈശോ രക്ഷിക്കുന്നതായിട്ട് പരിശുദ്ധാത്മാവ് കാണിക്കുന്നു. അതുപോലെ മാലാഖമാരെ അതിന് പറഞ്ഞു വിട്ടതായിട്ട് കാണിക്കുന്നു എന്നുള്ള സന്ദേശം വന്നു. സെപ്റ്റംബർ 10 ഓഗസ്റ്റ് 12 ശേഷം സെപ്റ്റംബർ 10 എൻ്റെ പഴയ കമ്പനിയിലെ ഡയറക്ടർ വീണ്ടും വിളിച്ചു. അപ്പോൾ ഞാൻ ഇതുവരെ ജോലി കിട്ടാതെ ഇരുന്നെന്ന് പറഞ്ഞാൽ എൻ്റെ ടെക്നിക്കൽ സ്കില്ലിൻ്റെ കുറവുകൊണ്ടൊന്നുമല്ല, എൻ്റെ മെറിറ്റ് അന്നേരം ഞാൻ ഉപേക്ഷിച്ചു. ഇനിയിപ്പം മെയിൻ പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കൊച്ചിയിൽ ഇവരുടെ കൂടെ താമസിക്കണം, എറണാകുളത്ത് താമസിക്കണം. അപ്പോൾ റിമോട്ടായിട്ട് ജോലി ഓപ്ഷൻ കിട്ടിയാലേ എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ 5 ദിവസമോ അല്ലെങ്കിൽ 4 ദിവസമോ അവിടെ ബാംഗ്ലൂർ പോയി ജോലി ചെയ്യേണ്ട ഓപ്ഷനുകളാണ് കിട്ടുന്നത് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോഴൊക്കെ. അപ്പോൾ അതെല്ലാം എന്നെ റിജക്റ്റ് ചെയ്യുവാണ്. അപ്പോൾ ഞാൻ ഇതിനു വേണ്ടി റിമോട്ടിന് വേണ്ടിയാണ് ഞാൻ സ്പെസിഫിക് ആയിട്ട് ഉടമ്പടി പുതുക്കുമ്പോൾ എല്ലാം വെച്ചതാണ്. അപ്പോഴത്തേക്ക് എന്നെ ഡയറക്ടർ എന്നെ വിളിച്ചു. ഈ 44 ദിവസത്തെ കാര്യം അച്ഛൻ പറഞ്ഞ ശേഷം ഡയറക്ടർ പറഞ്ഞു, പഴയ ജോലിയുടെ ഓപ്ഷൻ വീണ്ടും വന്നിട്ടുണ്ട്, അപ്പോൾ ഡിനോയ്ക്ക് താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അപ്പോൾ ഈ ജോലിയിൽ കയറിയാൽ എൻ്റെ ടീം ഏകദേശം മൊത്തമായിട്ട് തന്നെ ടീം മുഴുവൻ ലേ ഓഫായി, ഞാനും വേറൊരാളും കൂടെ ഇതെല്ലാം ചെയ്യേണ്ടി വരും, അതൊന്നാമത്തെ കാര്യം. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എൻ്റെ പഴയ പൊസിഷനിൽ വർക്ക് ചെയ്താൽ നടക്കുമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ പിന്നീട് വിളിക്കാമെന്ന് പറഞ്ഞു വെച്ചു. ഞാൻ പരിശുദ്ധ അമ്മയോട് അന്നത്തെ ഉടമ്പടി പ്രാർത്ഥനയിൽ പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ ധ്യാനം കൂടുമ്പോഴെല്ലാം ഇത് നിയോഗമായിട്ട് വെച്ചു. എനിക്ക് ഒരു ജോലിയിൽ മുകളിലേക്കുള്ള ഒരു പൊസിഷനിലേക്ക് പോയിട്ട് എനിക്ക് ആ പൊസിഷൻ എനിക്ക് തരണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ പിറ്റേ ഉടമ്പടി ധ്യാനം കഴിഞ്ഞിട്ട് ആ ദിവസം ഉച്ച കഴിഞ്ഞപ്പം എന്നെ എൻ്റെ ഡയറക്ടർ വിളിച്ചിട്ട് പറഞ്ഞു, ഡിനോയ്ക്ക് മുകളിലേക്ക് സീനിയർ ഓപ്ഷനിൽ നിന്ന് പ്രിൻസിപ്പൽ ഓപ്ഷനായിട്ട് മാറ്റിയിട്ടുണ്ട്, അതുപോലെ തന്നെ ശമ്പളത്തിലും നിനക്ക് കയറ്റം തന്നിട്ടുണ്ട്, അപ്പോൾ നീ ഇവിടെ ജോയിൻ ചെയ്യുന്നു എന്നുള്ള ഒരു പ്രൊസീജിയറിന് വേണ്ടി തന്നെ മാത്രമായിട്ട് ഞാൻ ഇൻ്റർവ്യൂ വെക്കാമെന്ന് പറഞ്ഞ് അന്ന് പിറ്റേ ദിവസം തന്നെ ഇൻ്റർവ്യൂ വെച്ചു. 3-ാം ദിവസം എനിക്ക് ഓഫർ ലെറ്റർ എൻ്റെ കയ്യിലേക്ക് വന്നു. അതിനുശേഷം കോൺട്രാക്റ്റ് ഒപ്പിടാൻ പറഞ്ഞ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെപ്റ്റംബർ 25 സെപ്റ്റംബർ 25 എന്ന് പറയുന്നത് അച്ഛൻ പറഞ്ഞ് ഈ 44 ദിവസം കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു ദിവസമായിരുന്നു. അപ്പോൾ എനിക്ക് വിശ്വാസമായി, ഇത് അമ്മ തന്നെ ഈശോയോട് പറഞ്ഞ് തന്നതാണ്. അപ്പോൾ ഞാൻ അന്ന് രാത്രി ബൈബിൾ വായിച്ചപ്പോൾ വചനം എടുത്തു. വചനം എനിക്ക് കിട്ടിയത് യോഹന്നാൻ 13:7 അതായത് ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നെന്ന് നീ അറിയുന്നില്ല, പിന്നീട് നീ മനസ്സിലാക്കും എന്നുള്ള വചനമായിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിലുള്ള സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്തുകൊണ്ട് എന്നെ ഇങ്ങനെ 6 മാസത്തോളം ഇങ്ങനെ റിമോട്ടായിട്ട് കഷ്ടപ്പെടുത്തി, എന്നിട്ട് പഴയ കമ്പനിയിൽ തന്നെ ഉയർന്ന സ്ഥാനത്തിൽ തന്നു, അതുകൊണ്ട് ഈശോ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള രീതിയിലാണ് ഞാൻ ഒരു സംശയം പോലെയാണ് ചോദിച്ചത്. പക്ഷേ ഈശോ അന്നേരം പറഞ്ഞിരിക്കുന്ന ഈ വചനത്തിൽ നിന്ന് മനസ്സിലായെന്ന് പറഞ്ഞാൽ, എനിക്ക് വീണ്ടും ഇവിടെ വന്ന് ഈ കുടുംബവും ആയിട്ട് വന്ന് സാക്ഷ്യം പറയാനുള്ള കൃപ ഈശോ തരുമെന്നുള്ള ഒരു ഉറപ്പാണ് ലഭിച്ചിരിക്കുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ ഞങ്ങളെ 4 പേരെയും അനുവദിച്ചതിന് ഒരിക്കൽ കൂടി ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയുന്നു.